കാരണം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ എളിമയോടുകൂടി ഈശ്വര ശക്തിയെ കുറിച്ച് ഓർക്കുന്നു. നിങ്ങൾ വഴിപാടുകൾ കഴിക്കാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? ആ വഴിപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈശ്വര ശക്തിയെ കുറിച്ച് വളരെ എളിമയോടുകൂടി നമ്മൾ ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ശക്തിയെ കുറിച്ച് ഒരു അറിവ് കുട്ടിക്ക് നൽകണം. നൽകാതിരിക്കുമ്പോഴാണ് അവനൊന്നും അറിയാത്തത്. അപ്പം എന്ത് ചെയ്യാം? ചിങ്ങം കൃഷ്ണപ്പാട്ടാൽ നിറയ്ക്കുന്നതിന് വേണ്ടി 2-3 കാര്യങ്ങൾ ഞാൻ കൃഷ്ണഗാഥയിലെ കാര്യങ്ങൾ പറഞ്ഞു തരാം. കൃഷ്ണഗാഥ ഇങ്ങോട്ട് എടുത്തു വെച്ചാലേ കൃഷ്ണന്റെ ദശമം പറയില്ലേ, ഭാഗവതം, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണനാ, ഭഗവാൻ ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ മുന്നിലിരിക്കുക. ആ ഭാഗവതത്തിലെ ദശമം ഇന്നൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഗുരുവായൂര് ദശമം മുഴുവനായിട്ട് വായിക്കും. എന്നിട്ട് ആ ഊട്ടുപുരയിൽ, അന്നൊക്കെ അവിടെ ഊട്ടുപുരയിലാ വായന, ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞിരുന്നിട്ട് അവിടെ തന്നെ സദ്യ. ഭാഗവതം കേട്ടവർക്ക് ഫസ്റ്റ് സദ്യ, അല്ലാത്തവരൊക്കെ ക്യൂല് നിൽക്കും. അന്ന് അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും. ആ സംസ്കാരമുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ വന്ന് പിറക്കും. അപ്പോൾ ദശമത്തിലൂടെ പോകുന്ന എല്ലാ കാര്യങ്ങളും ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് ലളിതമായി എഴുതി വെച്ചിരിക്കുക. എന്താ പറയുന്നത് അറിയോ? കൃഷ്ണനെ കുറിച്ച് പറയാ, ഉള്ളിൽ നിറഞ്ഞുള്ളോരെണ്ണായേ പോലെ പോയി ഉള്ളിൽ നിറഞ്ഞു ജഗത്തിലെല്ലാം. എത്ര ലളിതമായിട്ടാണ് ഈശ്വര കഥകളെ, ഈശ്വരന്റെ തത്വങ്ങളെ, അതാണ് ഈ ലോകത്തിലെ സർവ തത്വങ്ങളെയും കറന്നെടുത്ത് ഇത്രയും ലളിതമായി വെച്ച ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ, കൃഷ്ണപ്പാട്ട്. അങ്ങനത്തെ ബുക്കുകളും ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ 2 വരിയുടെ അർത്ഥം? ഈ വരികൾ അങ്ങനെ വായിച്ചു പോയി, സ്കൂളിൽ പഠിച്ചു. എന്താ പറയുന്നത്? എള്ള് എല്ലാവർക്കും അറിയാം. എള്ള് എന്ന് പറഞ്ഞാൽ തിലം എന്ന് പറയില്ലേ, തിലഹോമൊക്കെ നടത്താറില്ലേ? ഈ എള്ളിന് അപാരമായ ശക്തി ഉണ്ട് കേട്ടോ. അതിൽ നിന്നാണ് എള്ളെണ്ണ എടുത്ത് വിളക്ക് കത്തിക്കുന്നത്. അതിനൊരുപാട് തത്വങ്ങളുണ്ട്. ഈ എള്ളിൻ്റെ ഉള്ളിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല, ഉണ്ടോ? അതുപോലെയാണ് ഭഗവത് ശക്തി. എള്ളിൽ നിറഞ്ഞ എണ്ണയെ പോലെ ഉള്ളിൽ നിറഞ്ഞു. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഭഗവാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അംശാവതാര, ഇതിനുള്ളിലുള്ള ജീവൻ, ആത്മാവ് ഈശ്വര ശക്തിയാണ്. അതിൻ്റെ അനന്ത ശക്തിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഗ്രന്ഥം നമ്മൾ താഴെ വെക്കില്ല. അത്രയും ശക്തിയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക്. ഇനി ഈ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളെ കുറിച്ച് ചിന്തിച്ചോളൂ. വേദത്തിൽ വിഷ്ണു സൂക്തത്തിൽ പറയുന്നുണ്ട്, ഓരോ വാക്കുകളിലും ഗുഹകളിൽ ഇരിക്കുന്നത് പോലെ വിഷ്ണു നിറഞ്ഞിരിക്കുന്നു.